ഫ്രണ്ട്സ്, അവർ യു ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗായിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗിൽ നമ്മളിപ്പോൾ പുട്ടും മുതിരയാണ്. പുട്ടും മുതിരക്കറിയും പിന്നെ അതാ ചായയുമാണ് കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ റസ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തിനാണ് റസ്ക് മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ റസ്ക് മേടിച്ചതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തീരെ വയ്യ വെച്ചാൽ പനിയില്ല, ജലദോഷവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ജലദോഷത്തിൻ്റെ റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരു റസ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ചായക്ക് കഴിക്കാനാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുട്ട് എൻ്റെ മുതിരക്കറി. പുട്ടും മുതിരയും നല്ല കോമ്പിനേഷനല്ലേ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ റീസൺ കാരണം കൊണ്ട് പിന്നെ മൊത്തം പൊടിയാണല്ലോ നമ്മുടെ നാട്ടിൽ, മൊത്തം പൊടിയും ശല്യം കൂടുതലാണല്ലോ. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നലെ പണി കിട്ടി. നല്ല പണി തന്നെയായിരുന്നു ശരിക്കും. തുമ്മലും ജലദോഷം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയി വ്ളോഗ് എടുക്കാൻ നമുക്ക് പറ്റാഞ്ഞത്. അപ്പം നമ്മൾ ആദ്യമേ ഒരു വ്ളോഗ് ഇടണം എന്ന് വിചാരിച്ചത്, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. അത് നമ്മുടെ ചൈനീസ് ചില്ലി ചിക്കൻ അല്ല കേട്ടോ, ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇന്ന് 9 മണിക്ക് അത് പോസ്റ്റ് ആവും. ഇന്ന് രാവിലെ 9 മണിക്ക് അത് പോസ്റ്റ് ചെയ്യും. കാരണം ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ ഒരു സുഖമില്ലാത്തത് കൊണ്ടും തീരെ വയ്യാത്തത് കൊണ്ടും ഇന്നലെ അത് പോസ്റ്റ് ചെയ്തില്ല. അപ്പം ഇന്നെന്തായാലും ആ ഒരു മിനി ബ്ലോഗ് പോലെ, ഷോർട്ട് വീഡിയോ പോലെ അത് വരും. അപ്പം എല്ലാവരും ആ ഒരു ഷോർട്ട് വീഡിയോ കാണണം. അത് അതിൽ നമ്മൾ ഏതൻ തോട്ടം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചത്. റേറ്റ് വന്നത് 140 രൂപയാണ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. കൂടെ ചിക്കൻ 65 മേടിക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ 65 കൂടി മേടിക്കുകയാണെങ്കിൽ നല്ല കോംബോ ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ. അപ്പോൾ ഈ സ്പെഷ്യൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ നമ്മളോട് കാണുന്നത്. പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, ഇപ്പോൾ നമ്മുടെ ഹോംലി ഫുഡല്ലേ. ഹോംലി ഫുഡാകുമ്പോൾ നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിരിക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണല്ലോ. അപ്പോൾ പിന്നെ നല്ല ഫുഡ് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹോംലി ഫുഡ് കഴിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. കാരണം ആരോഗ്യത്തിന് നല്ലത് അതാണ്. പിന്നെ ഇപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പൊടി ശല്യം ഭയങ്കരമാണ്. എല്ലാ സ്ഥലത്തും റോഡ് പണിയും കാര്യങ്ങളും ഉണ്ട്, വഴി നീള റോഡ് പണിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല മഞ്ഞുള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. കാരണം ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഒരുപാടുണ്ടാവാം. പനിയും ജലദോഷവും ഒക്കെ ഇങ്ങനെ വീണ്ടും വരുന്നുണ്ട്. പരമാവധി എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ നോക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം റോഡിലാണെങ്കിലും മൊത്തം പൊടി ശല്യം ഭയങ്കരമാണ്. പോകുന്ന വഴിയിലൊക്കെ റോഡ് പണിയുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി മരുന്ന് കഴിക്കുക, ഡോക്ടറെ കാണിക്കുക, മരുന്ന് കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്ലോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും. ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഇന്ന് വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഉച്ചയ്ക്ക് കാണാം നമുക്ക്. താങ്ക് യു വെരി മച്ച്. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? വെൽക്കം ടു ബ്ലോഗ്. അപ്പോൾ അത് ഉച്ചയായി കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ബ്ലോഗാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് മുതിരയും മീൻ വറുത്തതുമാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. ആ വീഡിയോവും ഈ വീഡിയോ ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ എന്തായാലും ഈവനിങ്ങിൽ നമുക്ക് ചായക്ക് റസ്ക് ഉണ്ട്, പിന്നെ ചായയും ഉണ്ട്. കൂടുതൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ വൈകുന്നേരത്തെ കൂട്ടാൻ എന്താണെന്ന് അറിയില്ല. അതിപ്പോൾ ഡിന്നറിന് എന്താണെന്ന് അറിയില്ല. നമുക്കത് പിന്നീട് ഒരു പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇന്ന് വയ്യാത്തത് കൊണ്ട് ഞാൻ പോയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ
ഇങ്ങനെ ഒരു ഇതെടുക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളിന്ന്. ഒരുപാട് ടൈമുണ്ട്, ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. വയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു മിനി ബ്ലോഗ് പോലെ ഇത് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, കൂടുതലൊന്നും പറയാനില്ല. ഇതിപ്പോൾ എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.